നിതീഷ് കുമാർ മറുകണ്ഠം ചാടിയതോടെ അത് ആഘോഷമാക്കുകയാണ് ബി.ജെ.പി. നിതീഷ് കുമാറിന്റെ വരവോടെ ഇന്ത്യ സഖ്യത്തിന്റെ അടിത്തറ തന്നെ തകർന്നുവെന്നാണ് ബി.ജെ.പി. പരക്കെ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ശ്രമങ്ങൾ ഓരോന്നായി ശക്തമാക്കുകയാണ് ബി.ജെ.പി. രാമക്ഷേത്രമായിരുന്നു ഇതിന്റെ തുടക്കമെന്ന് ബി.ജെ.പി. നേതാക്കൾ തന്നെ പറയുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. നിലവിലെ സാഹചര്യം ബി.ജെ.പിക്ക് അനുകൂലമായി കൊണ്ടിരിക്കുന്നു. നിതീഷിന്റെ വരവോടെ ബീഹാറിൽ വൻ മാർജിനിലുള്ള വിജയം എൻ.ഡി.എ ഉറപ്പാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നിതീഷുമായി കൈകോർത്തപ്പോൾ 39 സീറ്റുകൾ എൻ.ഡി.എ സ്വന്തമാക്കിയിരുന്നു. ഇത്തവണ അത് ആവർത്തിക്കാൻ സാധ്യത ഏറെയാണ്. ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുൻതൂക്കം നൽകുന്ന നിരവധി ഘടകങ്ങളുണ്ട്. ആദ്യത്തേത് നിതീഷിന്റെ മാറ്റം തന്നെയാണ്. ഇന്ത്യ സഖ്യം നിലവിൽ വരാൻ തന്നെ കാരണം നിതീഷ് കുമാറാണ്. സഖ്യത്തിന്റെ ദൗർബല്യവും കരുത്തുമെല്ലാം കൃത്യമായി നിതീഷിന് നന്നായിട്ടറിയാം. ഇതിനു പുറമെ ഇന്ത്യ സഖ്യത്തിൽ ഐക്യമില്ലായ്മ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസുമായി തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവർക്കൊന്നും ഐക്യമില്ല. ബീഹാറിൽ കോൺഗ്രസ് വേണ്ട ഇടപെടൽ നടത്തിയിട്ട് പോലുമില്ല. എന്നാൽ RJDയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾക്കായി വിലപേശൽ കോൺഗ്രസ് നടത്തിയേക്കും. പക്ഷേ അത് RJD നൽകുന്ന കാര്യം സംശയമാണ്. കാരണം കോൺഗ്രസിന്റെ തകർച്ച അവർക്കും മനസ്സിലായിട്ടുണ്ട്. നിതീഷിന്റെ മാറ്റം ഈ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കുകയും ചെയ്യാം. മാത്രമല്ല, നിതീഷ് കുമാർ പോയതോടെ RJDയുടെ കരുത്ത് ചോരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിതീഷ് കൂടെ നിൽക്കുമ്പോൾ ഇവരുടെ അടിസ്ഥാന വോട്ടുകൾ ശക്തമായി മാറും. ഇനി ആ പേടി ബി.ജെ.പിക്കില്ല. സീറ്റ് വിഭജനത്തിൽ നിതീഷിനെ നിയന്ത്രിക്കാനും ബി.ജെ.പിക്ക് സാധിച്ചേക്കും. എത്രയും പെട്ടെന്ന് നിതീഷ് കുമാറിനെ സംസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളായിരിക്കും ബി.ജെ.പി. ഇനി നടത്തുക. അതിലൂടെ സമ്പൂർണമായ നിയന്ത്രണം ബീഹാറിൽ ബി.ജെ.പിക്ക് ലഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷിനെ ദുർബലമാക്കിയത് പിന്നണിയിലിരുന്നുള്ള ബി.ജെ.പിയുടെ നീക്കങ്ങളായിരുന്നു. ഭരണം വീണ്ടും ലഭിച്ചതോടെ JDUവിനെ പൂർണ്ണമായും തകർക്കാനുള്ള അവസരം കൂടിയാണ് ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്നത്. ഗിരിരാജ് സിംഗ് അടക്കമുള്ള നേതാക്കൾ ഒറ്റയ്ക്ക് ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇത് ഉറപ്പായും JDUവിനെ ദുർബലമാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. അതേസമയം ബി.ജെ.പിയുടെ നയപരമായ തീരുമാനങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് ഒറ്റക്കെട്ടായി അഭിപ്രായമില്ലാത്തതും നേട്ടം എൻ.ഡി.എക്കാണ്. രാമക്ഷേത്രത്തിൽ തന്നെ AAP അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇടതു പാർട്ടികൾ മാത്രമാണ് അങ്ങനെ ആവശ്യപ്പെട്ടത്. ഇതെല്ലാം തന്നെ സഖ്യത്തിൽ യോജിപ്പില്ലെന്ന സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. ഇത്തവണ ഭാരത് ജോഡോ യാത്ര പരമാവധി വിവാദമാക്കി വാർത്തയിൽ നിറയാനും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ശ്രമിച്ചിരുന്നു. എന്നാൽ അതും കാര്യമായി വിജയിച്ചിട്ടില്ല. അസമിൽ ഒരു സീറ്റെങ്കിലും കോൺഗ്രസ് നേടുമെന്ന പ്രതീക്ഷ നേതാക്കൾക്കില്ല. ഏതായാലും നിതീഷ് എൻ.ഡി.എയിൽ തിരിച്ചെത്തിയതിൽ അദ്ദേഹത്തെക്കാൾ നേട്ടങ്ങൾ വരാൻ പോകുന്നത് ബി.ജെ.പിക്കാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിനും RJDക്കും വലിയ മറുപടി കൊടുത്ത് നിതീഷ് ബി.ജെ.പിയിലേക്ക് കൂറുമാറി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. രാജിവെച്ചതിനു തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി JDU മേധാവിയെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. രാജ്ഭവന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അവിടെ ഒരു പ്രവർത്തനവും നടക്കാത്തതിനാൽ താൻ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യൻ സഖ്യം ഉപേക്ഷിച്ചുവെന്നാണ് നിതീഷ് കുമാർ പറഞ്ഞത്. രാജ്ഭവനിലെ രാജേന്ദ്ര മണ്ഡപം ഹാളിൽ ജയ് ശ്രീറാം വിളികൾക്കിടയിലാണ് നിതീഷ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതേസമയം നിതീഷ് കുമാറിന്റെ ഈ കൂടുമാറ്റത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിരുന്നു. ആയാറാം ഗയാറാം എന്നാണ് നിതീഷിനെ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വിശേഷിപ്പിച്ചത്. നിതീഷിന്റെ നീക്കങ്ങളെക്കുറിച്ച് RJD നേതാവും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് സൂചന നൽകിയിരുന്നതായും ഖാർഗെ എടുത്തു പറഞ്ഞു. മോദി പ്രധാനമന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ച് NDAയിൽ പോയ നിതീഷ് കുമാർ വാഴുമോ വീഴുമോ എന്ന് വരും ദിവസങ്ങളിൽ ഇനി കാണാം.